നമ്മൾ ചക്ക മുറിക്കാൻ പോവുകയാണ്. ഇതെവിടെ ഭയങ്കര മൂർച്ചയുള്ളൊരു പിച്ചാത്തിയാണ് നമുക്കുള്ളത്. അത് പണിത് തന്നെ കൊല്ലനെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഈ കൊല്ലം പണിത് തന്നതാണ് ഈ പിച്ചാത്തി. കൊല്ലൻ്റെ വീട്ടിലെ പിച്ചാത്തിയുടെ മൂർച്ച കണ്ടാൽ എന്ത് പറയും? രാജീവ് കൊല്ലൻ പണിത് പിച്ചാത്തിയാണിത്. ഇത് എനിക്ക് ചുമ്മാതെ പണിത് തന്നെയാണ് രാജീവ് കൊല്ലൻ. അപ്പം ഈ പിച്ചാത്തി എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിന് ഇച്ചിരി ഭാരം കൂടുതലാണ്, പക്ഷേ അതിന് മൂർച്ച കുറവായി. ഇതിന് നല്ല മൂർച്ചയുള്ള ഒരു പിച്ചാത്തിയാണ്. പക്ഷെ ഇതിൻ്റെ അറ്റമൊക്കെ അങ്ങ് പോയി. നമ്മുടെ രാജീവേട്ടൻ പണിത് തന്നെയാണ്, രാജീവ് കൊല്ലൻ പണിത് തന്നെയാണ്. ഇങ്ങനെ നമ്മുടെ ഇവിടെ ആവശ്യത്തിന് എടുത്താൽ പോലെ നമ്മളിപ്പോൾ ആവശ്യത്തിന് എടുത്താൽ മതി ചക്ക. എന്താ മുറിക്കുന്ന കുഴപ്പമെന്തോ? നീറി പന്നലായിപ്പോ മുറിച്ച് ചക്ക മുറിക്കാൻ നല്ല പിച്ചാത്തിയാണ്. മീൻ വെട്ടാനൊന്നും കൊള്ളത്തില്ല. മീൻ വെട്ടാൻ കൊള്ളത്തില്ല. അല്ല, നീ രാജീവ് കൊല്ലം ചെയ്തത് കൊള്ളത്തില്ലെന്ന് പറയും. എപ്പോഴും പഴുത്തിട്ട് ഇതിനെ വരക്ക് നോക്ക്. പണ്ടാണെങ്കിലേ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മുറ്റത്തായിട്ട് തന്നെ വരും. അപ്പുറത്തെ വീട്ടിലെ പ്ലാവ് ഉണ്ടായിരുന്നു. അതേപോലെ വരിക്കച്ചക്ക എന്തോ ടേസ്റ്റ് ആയിരുന്നു. സ്കൂളിൽ തുറക്കുന്ന സമയത്താണ്. ഭയങ്കര അരക്ക്. പഴുത്ത് കഴിഞ്ഞാൽ ഇത്രയും അരക്കൊന്നും ചക്കയ്ക്ക് വരത്തില്ല. ചക്ക എന്നാണുള്ള വെപ്രാളം. ചക്കയ്ക്ക് ഭയങ്കര അരക്കാണ്. ഞാനും തന്നെയാണ് വിലക്ക. ചക്കയിനുള്ള ആക്രാന്തം. പഴുത്തായിട്ടോ? നല്ല പഴുത്ത്. നല്ല പഴുത്ത്. അതിലിരിപ്പ് നോക്കി ചക്കയിന്. എനിക്ക് ഈ പരുവ ഇഷ്ടം. ഈ പരുവല്ല, ഇച്ചിരി കൂടെ. എനിക്ക് ഒത്തിരി പഴുക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് കുമ്പഴപ്പനാണ് ഇഷ്ടം. ഇത് വറക്കാൻ നല്ല ചക്ക കേട്ടോ. നൈസ് ചക്ക ഉണ്ടോ? വറക്കാൻ നല്ലയാ. ഇത് നൈസ് ചക്ക ഉണ്ടോ? വറക്കാൻ നല്ല ചക്കയാ. വെട്ടിക്കളഞ്ഞ് രാജേട്ടൻ പറഞ്ഞത് കണ്ടോ? ചക്ക വെട്ടിക്കളഞ്ഞ് 3/4 ഇഞ്ച് ചക്ക. പണ്ട് നമ്മള് പീസായിട്ട് കഴിക്കുന്ന ഇങ്ങനല്ലേ? ഇങ്ങനെ പീസായിട്ട് എടുത്തിട്ട് ഇതിനൊന്ന് അരക്കായ ഉണ്ടാവും. ഇങ്ങനെ അങ്ങ് ഒത്തിരി അരക്ക് വരുന്നേ. ഇങ്ങനെയാണോ ചക്ക ഇടുന്നത്? പണ്ട് വീട്ടിൽ ചക്കയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ വട്ടത്തിരുന്ന്, അടുത്ത വീട്ടുകാരെല്ലാം ആടെ വട്ടത്തിരുന്ന്. സുധിരാമയൊക്കെ വരുമായിരുന്നു. അവിടുത്തെ ആ പുളിയുടെ വീട്ടിലായിരുന്നു. അവരുടെ വീട് ഇപ്പം നിൽക്കുന്നിടത്തൊരു പുളി ഇല്ലായിരുന്നോ? ഒരു തോട്ടുപുളി ഉണ്ടായിരുന്നു. അവരുടെ വീട് ഇപ്പം നിൽക്കുന്നിടത്ത് ആ തോട്ടുപുളിയുടെ വീട്ടിലായിരുന്നു. എല്ലാവരും കൂടെ വട്ടത്തിരുന്ന് ചക്ക പൊളിക്കുന്നതും വരിക്കച്ചക്ക തിന്നുന്നതും. പവല് എല്ലാവരും അവിടെ കിടക്കാനൊക്കെ വരുമായിരുന്നു ചൂടൊക്കെ ആകുമ്പോൾ. നല്ല രസമായിരുന്നു. 3 മതിയായിരുന്നു. ഞങ്ങളുടെ കാലമായിരുന്നു നല്ല കാലം. ഇപ്പം നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും കിട്ടുന്ന കാലമൊക്കെയാണ്. പക്ഷേ എല്ലാം ആസ്വദിച്ചൊരു കാലം ഞങ്ങളുടെ തന്നെ ആയിരുന്നു. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോയിൽ ഇന്നുള്ളത്.